Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് നീ പരസ്യമായി എന്നെ കുറ്റപ്പെടുത്തി. ഞാനാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് നീ പരസ്യമായി എന്നെ കുറ്റപ്പെടുത്തി. You openly accused me of starting the problem. You openly accused me of starting the problem. ഇവിടെ നമ്മൾ ഓപ്പൺലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്യമായി എന്നാണ്. ഇതിന് പകരം ഓപ്പൺലിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പബ്ലിക്ലി അങ്ങനെയും പറയാം. യു പബ്ലിക്ലി accused me of starting the problem. അക്യൂസ് എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക. അക്യൂസ്ഡിന് പകരം ബ്ലെയിംഡ് എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. യു ഓപ്പൺലി അക്യൂസ്ഡ് മീ എന്ന് പറയാം, അല്ലെങ്കിൽ യു ഓപ്പൺലി ബ്ലെയിംഡ് മീ അങ്ങനെയും പറയാം. താങ്കളെ കണ്ടുമുട്ടിയത് സൗഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. താങ്കളെ കണ്ടുമുട്ടിയത് സൗഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കരുതുന്നു. We consider meeting you as our good fortune. We consider meeting you as our good fortune. Good fortune എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം. അപ്പോൾ we consider പറഞ്ഞാൽ ഞങ്ങൾ കണക്കാക്കുന്നു, meeting you നിങ്ങളെ കണ്ടുമുട്ടിയത് as our good fortune ഞങ്ങളുടെ good fortune ആയിട്ട്, ഞങ്ങളുടെ സൗഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഈ സെന്റൻസിനെ നമ്മൾ വേറൊരു രീതിയിലും പറയാം. We consider it our good fortune to have met you. To have met you നിങ്ങളെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഗുഡ് ഫോർച്യൂൺ ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഗുഡ് ഫോർച്യൂൺ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് മിസ്ഫോർച്യൂൺ ആണ്. അതായത് മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ദുർഭാഗ്യം. അപ്പൊ നമുക്ക് we consider it our misfortune to have met you അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ദൗർഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. അവൻ ആ പാക്കറ്റിൽ ഉള്ളത് മുഴുവനും അവന്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. അവൻ ആ പാക്കറ്റിൽ ഉള്ളത് മുഴുവനും അവന്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. He emptied the packet onto his plate. He emptied the packet onto his plate. Emptied എന്ന് പറഞ്ഞാൽ കാലിയാക്കുക എന്നർത്ഥമാണ്. അപ്പോൾ he emptied the packet എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റ് കാലിയാക്കി എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ അവന്റെ പ്ലേറ്റിലേക്ക് ആ പാക്കറ്റ് മുഴുവനും കാലിയാക്കി, അതായത് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ മുഴുവനും അവന്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. ഓൺ ടു ഹിസ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. നീ ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കാറ്? നീ ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കാറ്? പെർഫ്യൂം ഇടുക, പെർഫ്യൂം ഉപയോഗിക്കുക എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയാറ്. ഉപയോഗിക്കുക എന്നത് ഇംഗ്ലീഷിൽ യൂസ് എന്നാണ്, ഇടുക എന്നത് പുട്ടാണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പെർഫ്യൂം ഇടുക എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പെർഫ്യൂം യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെർഫ്യൂം പുട്ട് ചെയ്യുക എന്നല്ല പറയേണ്ടത്. വിച്ച് പെർഫ്യൂം ഡു യു വെയർ എന്നാണ് പറയുക. വെയർ, WEAR. ഈ വെയർ എന്നത് നമ്മൾ വസ്ത്ര വെയർ ചെയ്യുക എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ പെർഫ്യൂമിന്റെ കാര്യത്തിലും ഈ വെയർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ വിച്ച് പെർഫ്യൂം ഡു യു വെയർ എന്നാണ് ചോദിക്കേണ്ടത്. നീ ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം വിച്ച് പെർഫ്യൂം ഡു യു വെയർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് WEAR എന്നതിനെ വിയർ എന്ന് പറയരുത്. വെയർ, വിച്ച് പെർഫ്യൂം ഡു യു വെയർ എന്നാണ് പറയേണ്ടത്. ഓക്കെ. അതുപോലെ നീ ഇന്നലെ ഏത് പെർഫ്യൂമാണ് ഇട്ടിരുന്നത്? നീ ഇന്നലെ ഏത് പെർഫ്യൂമാണ് ഇട്ടിരുന്നത്? വിച്ച് പെർഫ്യൂം ഡിഡ് യു വെയർ യെസ്റ്റർഡേ? വിച്ച് പെർഫ്യൂം ഡിഡ് യു വെയർ യെസ്റ്റർഡേ. അപ്പൊ ഇന്നലെ നീ ഏത് പെർഫ്യൂമാണ് വെയർ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വേറെ ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പെർഫ്യൂം എന്ന് പറയരുത്, പെർഫ്യൂം. ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാനാണ് പോയത്, പക്ഷേ അത് ഡിന്നറിൽ ചെന്ന് അവസാനിച്ചു. ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാനാണ് പോയത്, പക്ഷേ അത് ഡിന്നറിൽ ചെന്ന് അവസാനിച്ചു. We had gone only to drink a juice but ended up having dinner. We had gone only to drink a juice, ended up having dinner. Ended up having dinner എന്ന് പറഞ്ഞാൽ ഡിന്നർ കഴിക്കുന്നതിൽ ചെന്ന് അവസാനിച്ചു.
നിന്റെ ജീൻസ് സോപ്പ് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിരാൻ ഇട്. നിന്റെ ജീൻസ് സോപ്പ് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിരാൻ ഇട്. Soak your jeans in soapy water for 2 hours. Soak your jeans in soapy water for 2 hours. Soak, SOAK, ഇതിന്റെ അർത്ഥം കുതിർക്കുക അല്ലെങ്കിൽ കുതിരാനിടുക. അപ്പോൾ സോക്ക് യുവർ ജീൻസ് എന്ന് പറഞ്ഞാൽ നിന്റെ ജീൻസ് സോക്ക് ചെയ്യൂ. ഇൻ സോപ്പി വാട്ടർ, സോപ്പ് വാട്ടർ നമ്മൾ പറയാറുണ്ട്. സോപ്പി വാട്ടർ എന്ന് പറഞ്ഞാൽ സോപ്പിന്റെ പത നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ കുതിർക്കാനാണ് പറയുന്നത്. സോക്ക് യുവർ ജീൻസ് ഇൻ സോപ്പി വാട്ടർ ഫോർ 2 hours, 2 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാനാണ് പറയുന്നത്. പൊടി മുഴുവനായും അലിയുന്നതുവരെ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പൊടി മുഴുവനായും അലിയുന്നതുവരെ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. You have to stir it with a spoon till the powder dissolves completely. You have to stir it with a spoon till the powder dissolves completely. Stir ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കുക. Stir, STIR എന്ന് പറഞ്ഞാൽ ഇളക്കുക. ഓക്കെ, അപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നമ്മളൊരു ഗ്ലാസ്സോ ഒരു പാത്രത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനാണ് stir it എന്ന് പറയുന്നത്. അപ്പോൾ you have to stir it with a spoon till the powder dissolves completely. Dissolve എന്ന് പറഞ്ഞാൽ അലിയുക. അപ്പോൾ dissolves completely പറഞ്ഞാൽ മുഴുവനായും അലിയുന്നത് വരെ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, stir ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് മുകളിലത്തെ ഷെൽഫ് എത്തുന്നില്ല, എനിക്ക് മുകളിലത്തെ ഷെൽഫ് എത്തുന്നില്ല, ഒന്ന് സഹായിക്കാമോ? I can't reach the top shelf. Can you help? I can't reach the top shelf. Reach the top shelf പറഞ്ഞാൽ ടോപ്പ് ഷെൽഫ്, മുകളിലത്തെ ഷെൽഫ് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എത്തുന്നില്ല. Can you help? ഒന്ന് സഹായിക്കാമോ? റോഡിന്റെ ആ ഭാഗം ഇപ്പോഴും അടച്ചിരിക്കുകയാണ്. റോഡിന്റെ ആ ഭാഗം ഇപ്പോഴും അടച്ചിരിക്കുകയാണ്. That section of the road is still closed. That section എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം. അപ്പോൾ that section of the road is still closed. ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, ഇപ്പോഴും അടച്ചിരിക്കുകയാണ്. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ